മക്കളെ സ്നേഹാമസാണ് ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർക്കാനുണ്ട്. അതിൽ ചലേ എന്ന് പറയുന്ന പാഠത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. പക്ഷെ ഇത് ചലേ എന്ന് പറയുന്ന പാഠത്തിൽ മാത്രമാണെന്ന് മക്കൾ കരുതണ്ട. ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് നമ്മുടെ പല പാഠങ്ങളിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മീറ്റാ സന്ദ്രയെന്നൊക്കെ ചോദിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതായത് എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ചലേ എന്ന് പറയുന്ന പാഠത്തിൽ ലാസ്റ്റിലോട്ട് മക്കൾ കണ്ടിട്ടുണ്ടാവും. ക്രമമേ ലിഖേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ. അതായത് ക്രമമായിട്ട് ഓർഡർ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ്. കഥയുടെ ഭാഗങ്ങൾ എന്ത് ചെയ്യും മക്കളോട് ഡിസോർഡർ ആയിട്ട് തരും, എന്നിട്ട് ഓർഡർ ആക്കി എഴുതാൻ വേണ്ടി ചോദിക്കും. ഇത് നമ്മുടെ ചലേ എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് മാത്രമല്ല ഏത് പാഠത്തൊന്നും വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. കവിതകളിൽ നിന്നൊന്നും വരത്തില്ല, പക്ഷേ കഥ എവിടേക്ക് ഉണ്ടോ ആ കഥകളിൽ നിന്നൊക്കെ എന്താണ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിർബന്ധമായിട്ടും കഥയുടെ ആ ഒരു കഥ മുഴുവൻ എന്ത് ചെയ്യണം മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഓർഡർ ആക്കി എഴുതാൻ പറ്റുള്ളൂ. ഇന്ന സമയത്ത് ഇന്ന ഇത് സാധനമാണ് നടന്നത് എന്നുള്ള ഐഡിയ മക്കൾക്ക് വേണം അല്ലെ. അപ്പം നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. അപ്പൊ ഇത് തന്നെ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് തന്നെ ചോദിച്ചിട്ട് മക്കളോട് ഓർഡർ ആക്കി എഴുതാനൊക്കെ ചോദിക്കുമായിരിക്കും. പക്ഷെ ഫുള്ളായിട്ടൊന്നും ചോദിക്കത്തില്ല, കുറച്ചൊക്കെ തന്നിട്ടായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് നിർബന്ധമായിട്ടും പഠിക്കണം. നമുക്ക് ക്രമമേ ലിഖേ എന്ന് വെച്ചാൽ ഓർഡർ ആക്കി എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആദ്യം മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നന്നായിട്ട് ഇരുന്ന് വായിക്കുക. അല്ലാണ്ട് ഗസ് അടിച്ചിട്ട് ഇങ്ങനെ 1, 2 എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്ന പരിപാടിയല്ല. നന്നായിട്ട് വായിക്കുക. വായിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഹിന്റ്, നമ്മൾ പാഠം പഠിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു ഹിന്റ് എവിടുന്ന് കിട്ടും? ഈ ഒരു സാധനം വായിക്കുന്ന സമയത്ത് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കി എഴുതണം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ അർത്ഥം പറയാം കേട്ടോ. അപ്പം അർത്ഥം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഓർഡർ ആക്കി എഴുതാം. മക്കൾ നോക്കുക, ABCD എന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. ABCDEF എന്ന് വരെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ ആക്കി എഴുതുന്നത്. എക്സാമിന് എഴുതുന്ന സമയത്ത് മക്കൾ എങ്ങനെ എഴുതണം? എടുത്ത് തന്നെ എഴുതണം. അതായത് ഒന്നാമത്തെ സെന്റൻസ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് അത് അങ്ങ് എടുത്ത് എഴുതുക. അങ്ങനെ എടുത്തെടുത്ത് ഓർഡറിൽ തന്നെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് മാറ്റി എഴുതണം. ABCD എന്നിട്ട് വെക്കാൻ പാടില്ല, എടുത്ത് മാറ്റി എഴുതണം കേട്ടോ. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. അമ്മാനെ സപ്ന ദേക്ക. അമ്മ സ്വപ്നം കണ്ടു എന്നാണ് പറയുന്നത് അല്ലെ. സപ്ന ദേക്ക എന്നാണ് സ്വപ്നം, ദേക്ക കണ്ടു. വോ ടുക്കു കോ സ്കൂട്ടി പർ ബിട്ടായെ സ്കൂൾ ചോടനെ ജാ രഹി തി. ഓക്കെ, എന്താണ് പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ അമ്മ സ്വപ്നം കണ്ടു. അമ്മ സ്വപ്നം കണ്ടത് ഫസ്റ്റ് തന്നെ അമ്മ സ്വപ്നം കാണുന്നുണ്ടോ കഥയിൽ? ഇല്ല. നമ്മളെ വണ്ടി എടുത്തു, വണ്ടി ഓടിച്ചു, അതിനിടയ്ക്ക് വീണ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണുന്ന പരിപാടിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ സ്വപ്നം കാണുന്നത്. അപ്പൊ അതെന്തായാലും ആദ്യം വരത്തില്ല എന്ന് നമുക്കൊക്കെ അറിയാം. അപ്പൊ അതെന്തായാലും അല്ല അല്ലെ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ലോജിക്ക് അനുസരിച്ച് എഴുതി പോണം കേട്ടോ. അമ്മ സ്വപ്നം കണ്ടു. അമ്മ കണ്ട സ്വപ്നം എന്തായിരുന്നു? നമ്മുടെ ടുക്കു മോനെ ഇരുത്തിയിട്ട് അല്ലെ, സ്കൂട്ടിയിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ വിടുന്ന കാഴ്ചയായിരുന്നു അമ്മ സ്വപ്നം കണ്ടത്. അപ്പൊ അതല്ല, അത് നമ്മൾ ആദ്യം എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താണ് അടുത്തത്? അമ്മാനെ ടുക്കു കെ ലിയെ സൈക്കിൾ ഓർ അപ്പനെ ലിയെ ഏക് സ്കൂട്ടി ഖരീദ് ലി. അപ്പം എന്താ പറയുന്നത്? അമ്മ നമ്മുടെ ടുക്കുവിന് വേണ്ടി സൈക്കിളും അപ്പനെ ലിയെ തനിക്ക് വേണ്ടിയിട്ട് എന്തും മേടിച്ചു? തനിക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂട്ടിയും ഖരീദിലി വാങ്ങി. ഓക്കെ, അതാവാൻ ചാൻസ് ഉണ്ട്. അവിടെ നിൽക്കട്ടെ. നമ്മൾ ഫുൾ അർത്ഥം പഠിച്ചു വായിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ ഓർഡറിൽ എഴുതാവൂ കേട്ടോ. അല്ലാതെ പെട്ടെന്ന് കണ്ട സാധനം എടുത്ത് എഴുതരുത്, തെറ്റിപ്പോവും. അപ്പൊ എന്ത് ചെയ്യണം? ഫുൾ വായിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ മക്കൾ എഴുതാവൂ. മിസ് റിപ്പീറ്റ് അടിച്ച് പറയുന്നത് അതുകൊണ്ടാണ്, തെറ്റിപ്പോകും. അപ്പൊ നോക്കാം, അടുത്ത് നോക്കിക്കേ. അമ്മക്ക് കുഹിനി ഒരു ഗുട്ടനെ ചീൽ ഗയേ. അമ്മയുടെ കുഹിനി കൈമുട്ടിനും കാൽമുട്ടിനും. കുഹിനി മീൻസ് എന്താണ്? കൈമുട്ടായിരുന്നു അല്ലെ. കൈമുട്ട് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഗുട്നെ മീൻസ് എന്താണ്? കാൽമുട്ടാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണേ. നമ്മുടെ ഫുള്ള് നമ്മൾ ചലേ എന്ന് പറയുന്ന പാഠം എടുത്ത് കഴിഞ്ഞതാണ്. അപ്പൊ എന്ത് ചെയ്യണം മക്കള്? കാണാത്ത മക്കൾ ഒന്ന് പോയി കാണണം കേട്ടോ. അത് നമ്മൾ മലയാളത്തിൽ ലൈവ് എടുത്ത് കഴിഞ്ഞതാണ് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്? കാൽമുട്ടിനും. എന്ത് പറ്റി? ചീൽ ഗൈ. ചീൽ ഗൈ എന്നാണ് ചെത്തിപ്പോയി എന്നുള്ള അർത്ഥമാണ് അല്ലെ. ഫുള്ള് മുറിഞ്ഞു പോവുകയാണ്. അപ്പോൾ അത് എപ്പോഴാ വരുന്നത് നമുക്ക് അറിയാം അല്ലെ. അമ്മ വണ്ടി എടുത്ത് വണ്ടി പഠിക്കാൻ പോയി, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അത് സംഭവിക്കുന്നത്. അതും അവിടെ നിൽക്കട്ടെ അല്ലെ. ഇനി അടുത്ത എന്താണ്? അമ്മ ഒരു ടുക്കു ഏക് ദൂസരേക്ക് ഗലേമേ ബാഹേ ഡാൽക്കർ സോ ഗയേ. നമ്മുടെ അമ്മയും ടുക്കുവും എന്ത് ചെയ്തു? ഏക് ദൂസരെ എന്നാണ് പരസ്പരം അല്ലെ. പരസ്പരം ഗലേമേ നമ്മുടെ കഴുത്തില് ബാഹേ ഡാൽക്കർ കൈയിട്ടിട്ട്, അതായത് കെട്ടിപ്പിടിച്ചിട്ട് അമ്മയും മോനും ഉറങ്ങി എന്ന് പറയുന്ന ഭാഗമുണ്ട് അല്ലെ. ഓക്കെ, ഉറങ്ങിയത് എപ്പോഴായിരുന്നു? അതായത് അവര് വീണ് കഴിഞ്ഞിട്ട് ഒക്കെ പറ്റി കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ രാത്രി കിടന്നുറങ്ങുന്ന ആ ഒരു സംഭവമാണ് പിന്നെ വരുന്നത് അല്ലെ. അത് ഏത് സമയത്താണ് നമുക്ക് കൃത്യമായ ഐഡിയ ഉണ്ട് അല്ലെ. ഇനി നോക്കാം. സൈക്കിൾ
ടുക്കു ദോനോ ഗിർപ്പടെ. സൈക്കിളും ടുക്കുവും രണ്ടാളും എന്തായി പോയി, വീണു എന്നാണ് പറയുന്നത്. അതെപ്പോഴാ വീണെന്ന് നമുക്കറിയാം അല്ലെ. പിന്നെന്താണ്, സുബ ടുക്കുനെ അപ്പനി സൈക്കിൾ നിക്കാലി ഓർ അമ്മാനെ അപ്പനി സ്കൂട്ടി. രാവിലെ നമ്മുടെ ടുക്കു എന്ത് ചെയ്തു, തന്റെ സൈക്കിൾ എടുത്തു. അമ്മ എന്ത് ചെയ്തു, നമ്മുടെ അമ്മ സ്കൂട്ടി എടുത്തു. ഇനി ഇത് വെച്ചിട്ട് മക്കൾ എന്ത് ചെയ്യണം, ഓർഡറിൽ എഴുതണം. ആദ്യം സംഭവിച്ച കാര്യം എന്താണ്, ടുക്കും അമ്മയും കൂടി സ്കൂട്ടി മേടിക്കാൻ പോയതാണ്. സ്കൂട്ടി മേടിക്കാൻ പോയത് എന്താണ്, ബി ആണ്. ബി എന്ന് പറയുന്ന സെന്റൻസ് ആണ്. അപ്പൊ മക്കള് എക്സാം ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിലോട്ട് എന്ത് ചെയ്യണു, ആദ്യം ബി എന്ന് പറയുന്ന സെന്റൻസ് മുഴുവനായിട്ട് എഴുതിയെടുക്കുന്നു. ഓക്കെ, ഇനി പിന്നെന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, രണ്ടുപേരും വണ്ടി ഓടിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ സംഭവിച്ചത് നോക്കുക, സുബ രാവിലെ ടുക്കു സൈക്കിളും എടുത്തു, അമ്മ സ്കൂട്ടിയും എടുത്തു എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം നമ്മൾ രണ്ടാമത് എഴുതേണ്ട സെന്റൻസ് ഏതാണ്, എഫ് എന്ന് പറയുന്ന സെന്റൻസ് ആണ്. ഓക്കെ, ഓർഡറിൽ എഴുതുകയാണ് മിസ്. കഥ വായിച്ച ആൾക്കാർക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ ഇത്. ഓക്കെ, ഇനി മൂന്നാമത് എന്താ സംഭവിച്ചിട്ടുണ്ടാവുക, വീണ കഥ നമ്മൾ എഴുതണം. അപ്പൊ എന്താണ്, ഇത് നമ്മൾ എഴുതി, ബി നമ്മൾ എഴുതി കഴിഞ്ഞു, എഫ് നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി എന്താണ്, ടുക്കു വീണ കഥ എഴുതണം. ടുക്കു വീണ കഥ എവിടെയാണ്, യെസ് ഇവിടെയാണ്. സൈക്കിൾ ഓർ ടുക്കു ദോനോ ഗിർപ്പടെ, രണ്ടുപേരും എന്താണ്, വീണ കഥ നമ്മൾ എഴുതുന്നു. ഓക്കെ, യെസ് ഇയും നമ്മൾ എഴുതി കഴിഞ്ഞു. ഈ വീണ സമയത്ത് അമ്മ വീണ കഥ ഇവിടെ പറയുന്നുണ്ടോ, ഈ സെന്റൻസിൽ നമുക്ക് തന്നിട്ടില്ല അമ്മ വീണ കഥ. അപ്പൊ അത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷെ അമ്മയുടെ കാൽമുട്ടിനും കൈമുട്ടിനും പരുക്ക് പറ്റിയത് പറയുന്നുണ്ട്. അപ്പൊ അതായിരിക്കണം നമ്മുടെ എന്തെന്ന് പറയുന്നത്, അടുത്തത് എന്ന് പറയുന്നത് സി ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി എന്താണ്, ലാസ്റ്റിലോട്ട് അവർ രണ്ടുപേരും എന്താണ്, നാളെ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്താണ്, നമ്മുടെ ഗലയിലെ നമ്മുടെ ഈ ഒരു കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്ന ഭാഗമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡി എഴുതി വെക്കുന്നു. ഓക്കെ, യെസ് അത് നമ്മൾ എഴുതുന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്, എ ആണ്. സ്വപ്നം കാണുന്നത് നമ്മൾ ലാസ്റ്റ് ആണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ അമ്മ മോനെ ഇരുത്തി സ്കൂളിൽ പോകുന്നത് ലാസ്റ്റ് കാണുന്ന സ്വപ്നമാണ്. അതുകൊണ്ട് എ ആണ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഓർഡർ എന്ന് പറയുന്നത്. മക്കൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് എഴുതിയെടുക്കണം, കൃത്യമായിട്ട് പഠിക്കണം. കാരണം ഇത് തന്നെ നമുക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. ഇനി അല്ലെങ്കിൽ മീറ്റാ സന്ദ്ര എന്ന് പറയുന്ന പാഠത്തിൽ നിന്ന് നമുക്ക് എന്താണ്, ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ മക്കൾ കണ്ടിട്ടുണ്ട്, ക്രെമുൽമേ ലിഗെ എന്ന് പറഞ്ഞിട്ട്, അതും പഠിച്ചിട്ടുണ്ടാവണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും വരും കേട്ടോ. അപ്പൊ എന്തായാലും എന്റെ മക്കൾ നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ആപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വേഗം ഒന്ന് വിളിച്ച് പറയണം. എന്നിട്ട് എന്ത് ചെയ്യുക, വേഗം ജോയിൻ ചെയ്യുക. ആപ്പിൽ നമ്മൾ ഫുൾ കഥ എടുത്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും ഓരോന്നായിട്ട് എടുക്കുകയാണ്. നമ്മുടെ നെക്സ്റ്റ് ടെക്സ്റ്റിലെ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് എക്സാമിനുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഏകദേശം തീരാറായി. അപ്പൊ എന്ത് ചെയ്യണം, ഇതൊക്കെ സൂപ്പർ ആയിട്ട് നമ്മൾ പഠിപ്പിക്കും. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ എന്താണ്, ഒട്ടും വേഗം മക്കൾ എന്ത് ചെയ്യുക, നമ്മുടെ നമ്പറിൽ ഒന്ന് വിളിച്ചിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ ബൈ.